പാർട്ടി ചെറുപ്പമല്ലേ, ചെറുപ്പം നല്ല പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ആരോപണങ്ങൾ കുറച്ച് ആളുകളിലെങ്കിലും ഇതേപോലെ ആശങ്കകൾ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൊണ്ട് കഴിയും. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാവുന്നത് തന്നെ. സ്വന്തം പാർട്ടിക്കകത്തിൽ നിന്ന് തന്നെയാണ് ഒരു എതിർപ്പ് ഉണ്ടായി ഇയാളെ തരം താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് പറയുന്നത് കേട്ടു. കേസ് കൊടുക്കാൻ അയാളുടെ പേരിൽ കേസ് കൊടുക്കാൻ ഈ പറഞ്ഞ വനിതകൾ ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കണം. കാലത്ത് സുരേഷ് ഗോപി അടക്കം കള്ളൻ എന്നടക്കം വിളിച്ച ആളാണ് ഇയാൾ. അപ്പോൾ ഇയാൾക്കൊരു വിഷയം വരുന്ന സമയത്ത് ഒന്നുകിൽ ഇയാൾ തെളിയിക്കണം. കോൺഗ്രസിലെ വളർന്നു വരുന്ന യുവ നേതാവ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണം ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞങ്ങൾ വാദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ നടപടിയെക്കുറിച്ചാണ് നമ്മൾ പൊതുജനങ്ങളോട് ചോദിക്കുന്നത്. കാരണം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉണ്ടായ പരാതി സത്യമാണോ കള്ളമാണോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് നിയമം അതിൻ്റെതായ രീതിയിൽ തെളിയിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിനുണ്ടായ ഈ ആരോപണത്തിന് ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടികളെക്കുറിച്ചാണ്. അതായത് കൊടുത്തിരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കണമെന്നും തുടർന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്നൊക്കെയാണ് പറയുന്നത്. MLA സ്ഥാനം രാജിവെക്കാൻ പറയാനായിട്ട് വി ഡി സതീശന് കഴിയില്ല. കാരണം അത് ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ തന്നെ ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും അല്ലെങ്കിൽ തെളിവ് സഹിതം ഉണ്ടായിട്ടുള്ള പല നേതാക്കന്മാരും എല്ലാം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിലുള്ള നടപടികളൊന്നും ഉടനെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു പ്രമുഖനായ നേതാവ് പറയുകയുണ്ടായി, മുകേഷ് അവരുടെ പാർട്ടിയുടെ ഇതിൽ നിന്നല്ല ജയിച്ചത്, പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്ന് മുകേഷ് MLA ആയതെന്നാണ്. അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചിഹ്നം കൊടുത്ത് മത്സരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അങ്ങനെ മത്സരിപ്പിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായിരുന്നാലും പറഞ്ഞതിനോട് പൊതുജനങ്ങളൊന്നും യോജിക്കുന്നില്ല എന്നുള്ളതാണ്. മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ പരാതി അത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് സാധാരണക്കാർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. മാങ്കൂട്ടം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കടുത്ത ഒരു ആരോപണമാണ് വന്നത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ഥാനങ്ങളൊക്കെ രാജിവെക്കണം. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഇവിടുത്തെ ചെറുപ്പക്കാരല്ലേ, അവരെന്താ പറയണമെന്ന് പ്രവർത്തിക്കുന്നത് അവർക്ക് തന്നെ അറിയില്ല. നമ്മളൊക്കെ ഈ പറയുമ്പോൾ ഇത് ആദ്യമൊക്കെ പുള്ളിനെ പ്രോത്സാഹിപ്പിച്ചു, പാർട്ടി ചെറുപ്പമല്ലേ, ചെറുപ്പം നല്ല പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ ആരോപണങ്ങൾ അതേ ഉള്ളൂ. അല്ല, ആരോപണങ്ങളൊക്കെ ഇത് ശക്തമാണോ അല്ലെങ്കിൽ പരാതിയായിട്ടൊന്നും കൊടുത്തിട്ടില്ല, വെറും ആരോപണം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതേപോലെ ആരോപണങ്ങൾ പാർട്ടിയിലെ പല നേതാക്കന്മാർക്കെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതല്ലേ അതെ. അപ്പൊ പാർട്ടിക്കകത്ത് തന്നെ ഇദ്ദേഹത്തിന് ഒതുക്കാനായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ല 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 ഇതൊക്കെ ഇപ്പോൾ ഈ പുറത്തുള്ള രാഷ്ട്രീയ ഈ പോരാളികളുടെ കളികളാണ്. ഇപ്പം നിങ്ങളെ കല്ലെടുത്തെറിഞ്ഞു, നിങ്ങൾക്ക് പ്രതികരിക്കാം, അല്ലെങ്കിൽ മിണ്ടാതെ പോവാം, അതേ ഉള്ളൂ. അല്ല, ഇത് വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കത്തില്ലേ കോൺഗ്രസിന്റെ മുഖച്ഛായയ്ക്ക്? അത് പയ്യന്മാരല്ലേ. ഇപ്പം നമ്മുടെ ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ നല്ലൊരു വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി എന്ത് ആഗ്രഹിച്ചോ അതേപോലെ ആ ഒരു മനസ്സോടെ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് സഹായിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ കുറ്റം പറയുന്നില്ല, പുള്ളി അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതെ. ഇപ്പോൾ തന്നെ കേരളത്തിലാണെങ്കിലും ഏതോ അങ്ങനെയാണെങ്കിൽ എത്രയും മന്ത്രിമാരും MLA-മാരും രാജിവെച്ച് പോകണം. ആരോപണങ്ങൾ ഒരുപാട് പേർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്, തെളിവ് സഹിതം. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത ഒരു ഇതാണ് ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായത്. പെണ്ണുങ്ങൾ പറയുമ്പോഴാണ് പ്രശ്നം. അതാ പെണ്ണുങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടോ, അതിന് നിയമവും കാര്യങ്ങളും ഉണ്ടല്ലോ. സ്ത്രീനെ നോക്കിയാലും ദേഹത്ത് തൊട്ടാലും അവരുടെ ഒരു അന്വേഷണം നടത്തിയതിന് ശേഷം ഇദ്ദേഹത്തിനെതിരെ നടപടിയാകാമായിരുന്നല്ലോ. അതെ അതെ ഇല്ലേ? അപ്പൊ അതെന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ അത് പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നു. ഇപ്പം തന്നെ സുരേഷ് ഗോപി വളരെ മോശമായിട്ട് സംസാരിക്കില്ലേ മറ്റുള്ള പാർട്ടി. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ദേഹത്ത് കൊള്ളുമ്പോൾ അവർക്ക് വേദനിക്കൊന്ന് പുള്ളി ചിന്തിക്കണം. മേഡം ഒരു വാക്ക് പറഞ്ഞാൽ തിരിച്ച് എനിക്ക് മനസ്സ് വേദനിപ്പിക്കും. ഞാൻ ഉണ്ടാകാതെ പോയ കുഴപ്പമില്ല, പ്രതികരിക്കുമ്പോൾ അത് വിഷയങ്ങളാവുന്നില്ല. ഇത്രയേ ഉള്ളൂ. പക്ഷെ പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കണ്ടേ? അപ്പൊ പ്രതികരിക്കുന്നവൻ തെറ്റുകാരനാകുമോ എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഞാനും ഒരു തെറ്റ് ചെയ്യാതെ ഞാൻ ജയിലിൽ പോയ ആളാണ്, ഒരു തെറ്റും ചെയ്യാതെ. അതോ സ്ത്രീ കാരണമാണ്. അപ്പോൾ എനിക്കത് അവർക്ക് പ്രതികരിക്കാനോ അല്ലെങ്കിൽ പറയും പോലെ സാമ്പത്തികമോ അല്ലെങ്കിൽ പറയും പോലെ രാഷ്ട്രീയ ഗുണ്ടായുസോ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതികരിക്കാൻ പറ്റുമോ. സമാധാനമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുത്തം വന്ന് ചീത്ത ഒരു അടി തന്ന് മിണ്ടാതെ കെട്ടാണ്ട് പോകാനേ പറ്റുള്ളൂ. ആ അവസ്ഥയിലായി പോകുന്നു. നിയമം കാര്യങ്ങളൊക്കെ ഉള്ളവരുടെ കൂടെയാണ്. അതെ, കാശുള്ളവൻ്റെ കൂടെ. കാശുള്ള നേതാക്കന്മാർ തന്നെ പലരും ഒരു പാർട്ടി സംസാരിക്കാൻ യോഗ്യത ഒരുപാട് ആൾക്കാർ അവിടെ നിന്നിട്ട് ഷോ കാണിച്ച് ജനങ്ങളുടെ പ്രീതി പിടിച്ച് പറ്റി ആദായം പറ്റിക്കൊണ്ട് പോകണം. അർഹത ഉള്ളപ്പെട്ട് റോട്ടിൽ കിടക്കുകയാണ്, ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല. സത്യം, അതേ ഉള്ളൂ. ഈ രാഷ്ട്രീയമാണല്ലോ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങൾക്കും ഒക്കെ പിന്നിലേ. അതെ.
അപ്പോൾ അതിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നുമില്ലാതെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളാണ് രാഷ്ട്രീയമായി ഇതേപോലെ ഓരോരുത്തരുടെ പേരിൽ പിന്നെ വിഴുപ്പലക്കലുകളും പിന്നെ ആരോപണങ്ങളും അഴിമതിയും ഇതൊക്കെ അതും ഇപ്പൊ ഇലക്ഷൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസിന് ഇതൊരു അടിയാകത്തില്ലേ? കുറച്ച് ആളുകളിലെങ്കിലും ഇതേപോലെ ആശങ്കകൾ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൊണ്ട് കഴിയും. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ ഇതിൽ ഒരു വശത്ത് സ്ത്രീപക്ഷപാതമെന്നും മറുവശത്ത് ഇങ്ങനെ പുരുഷാധിപത്യത്തിൻ്റെ ആധിപത്യമാണ് നടക്കുന്നതെന്നൊക്കെ രണ്ട് വിഭാഗങ്ങൾ ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് സംസാരിക്കും. അതിൽ കക്ഷി ചേരും, അഭിപ്രായങ്ങൾ പറയും. അല്ല, ഇത് കോൺഗ്രസിന് ഒരു അടിയാകത്തില്ലേ ഇത്തരത്തിലൊരു? അതെ, കോൺഗ്രസിനൊരു അടിയാകത്തില്ലേ എന്ന് ചോദിച്ചാൽ കുറച്ച് ആളുകളിൽ ഇത് ആശങ്ക ഉണ്ടാക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഗ്രൂപ്പിലും അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികളാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഗ്രൂപ്പിനകത്ത് തന്നെ എതിരാളികൾ അതിനകത്തുണ്ടാവുമല്ലോ. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമൊക്കെ അനുസരിച്ച് ഒരു അച്ചടക്കം വളരെ കുറവാണ്. അതെ, സംഘടനയ്ക്കകത്ത് അച്ചടക്കം അതാണ് അച്ചടക്കം വളരെ പിന്നെ കുറഞ്ഞ ഒരു സംവിധാനം. കാരണം ജനാധിപത്യം കൂടിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്ക് എന്തും പറയാം, ഏത് വേദിയിലും പറയാം. അത് നേതാക്കളെന്നില്ല, താഴെ അനുയായികളും എല്ലാവരും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വലിയ വിഭാഗം ഇവർക്കൊക്കെ വേണ്ടി ഇതുപോലെ ചിന്ത വിളിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും നടക്കുന്ന താഴേത്തട്ടിൽ പ്രവർത്തിക്കുന്ന ബൂത്ത് പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, അവരാണ് ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നത്. അവർക്ക് മറുപടി പറയേണ്ടി വരും ഇവരോട്. അതാ പ്രശ്നം. അതാണ് പാർട്ടി പിന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അച്ചടക്കം പാലിക്കുകയും ഒരു നേതാവെന്നുള്ള രീതിയിൽ ആ രീതിയിൽ കണ്ട് സമൂഹത്തോട് ഇടപെടുകയും പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. അപ്പോൾ തങ്ങളെ കൊണ്ട് അണികൾക്കൊരു ബാധ്യതയാവില്ല എന്ന് അവർക്ക് തന്നെ തോന്നണം. അല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതിനെതിരെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ആക്ഷൻ എടുത്തു. അത് വളരെ പിന്നെ ശ്ലാഘനീയമാണ്. പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുത്തു. അത് മറ്റ് ചിലപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ LDFിലെ ചില സംവിധാനങ്ങളിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നു. പക്ഷെ അവർ ഒരുപാട് മടിച്ചു നിന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് പിന്നെ അവരൊരു മറുപടി പ്രതികരിക്കുകയെങ്കിലും ചെയ്തത്. പക്ഷേ അങ്ങനെയൊന്നും മടിച്ചു നിൽക്കാതെ ഒരു ആശങ്കയ്ക്കിട വരുത്താതെ നേതൃത്വം നടപടി സ്വീകരിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതായത് വളർന്നു വരുന്ന ഒരു യുവ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആരോപണം വരിക, അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണമൊന്നും നടത്താതെ തീരുമാനങ്ങളൊക്കെ പെട്ടെന്നുണ്ടാവുമ്പോൾ അത് നമ്മൾ സാധാരണ ഈ അച്ചടക്കത്തോടെ ഈ നടപടി എടുക്കുന്നത് അന്വേഷണ വിധേയമായിട്ടാണല്ലോ. പിന്നീട് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയുമ്പോൾ അദ്ദേഹം പിന്നെ ഇതിൽ നിന്ന് മുക്തനാവുമല്ലോ. പക്ഷേ പെട്ടെന്ന് ഒരു വലിയ മീഡിയകളും അതേപോലെ തന്നെ മാധ്യമങ്ങളും എല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് പാർട്ടിയെ പ്രതിസന്ധിയായിട്ടല്ല ഇത് കിട്ടിയത്. ആദ്യം ഒരു മാധ്യമത്തിലൂടെയാണ് ഇത്തരം ചർച്ചകളും കാര്യങ്ങൾ. അപ്പൊ അതിന് വലിയ മുഖവിലയ്ക്ക് എടുത്ത് അതിനെതിരെ വലിയൊരു നടപടികളൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമുക്കും ചിന്തിക്കാവുന്നതല്ലേ? അതെ, അത് തന്നെ ഞാൻ പറഞ്ഞത്. അത് വളരെ പിന്നെ നല്ലൊരു കാര്യമാണ് നേതൃത്വം ചെയ്തതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നല്ല കാര്യമാണത്. കാര്യമെന്ന് വെച്ചാൽ ഇത് വെറുതെ സമൂഹത്തിലിട്ട് വിഴുപ്പലക്കേണ്ട ഒരു അവസരം കൊടുത്തില്ലല്ലോ. അദ്ദേഹത്തിനോട് ആ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. പിന്നെ MLA സ്ഥാനം രാജിവെക്കുന്നത് ജനങ്ങൾ കൊടുത്തതാണല്ലോ. അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതാണല്ലോ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ CPMന്റെ മുകേഷിനെ സംബന്ധിച്ച് പ്രശ്നം വന്നപ്പോഴും അവരെടുത്ത നിലപാട് അതല്ലേ. അപ്പം പിന്നെ അവർക്ക് ഉണ്ടായില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഒരു വിധത്തിലും സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം ഇതങ്ങനെയല്ല. ഇത് പെട്ടെന്ന് തന്നെ നേതൃത്വ നിലപാട് വ്യക്തമാക്കി പിന്നെ നടപടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അവർക്ക് ഒരു വടിയായി. വടി കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ്. ഞാനും കേട്ടു. ഈ സ്വന്തം പാർട്ടിക്കകത്തിൽ നിന്ന് തന്നെയാണ് ഒരു എതിർപ്പ് ഉണ്ടായി ഇയാളെ തരം താഴ്ത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് പറയുന്നത് കേട്ടു. കാരണം അടുത്ത പാർട്ടി ഇതിൽ വരുവാണെന്നുണ്ടെങ്കിൽ അയാൾ MLA ആണ്, ജയിക്കുമെന്നുള്ള ഉറപ്പാണ്. നല്ലൊരു നേതാവായിരുന്നു. പക്ഷേ അത് ഇവര് അതിന് കുത്തിത്തിരിപ്പുണ്ടാക്കി ചെലുത്തിയ പ്രശ്നം എന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ ഇത് അടുത്ത തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കത്തില്ലേ? തീർച്ചയായിട്ടും ഇത് ഓൾ ഓവർ ഇന്ത്യയെ ബാധിക്കുന്ന കാര്യമാണ്. കോൺഗ്രസിനെ ബാധിക്കുന്ന കാര്യമാണ്. കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് യൂത്ത് വിങ്ങിൻ്റെ. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസിനെ മൊത്തം ബാധിക്കും. ചെറിയ നേതാവാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു.
അപ്പോൾ അത് ഇവർക്ക് ഏറ്റവും ഒരു അടിയാണ്, കോൺഗ്രസിന് ഏറ്റവും ഒരു അടിയായിട്ട് നമുക്ക് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ നല്ല സമയത്താണ്, ഈ തക്ക സമയത്താണ് അടിപറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കരകയറണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എത്ര മൂടിയിരുന്നാലും ഇതിപ്പോ വന്നത് തന്നെയാണ് നാണക്കേട് തന്നെയാണ്. പക്ഷേ ഇതിനേക്കാളും വലിയ നാണക്കേടുകളും പ്രശ്നങ്ങളും മറ്റവർക്കും വന്നിട്ടുണ്ട്. അവരെല്ലാം ഓവർടേക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട്. ഇത് നമ്മുടെ പാർട്ടിയിലുള്ള ഇദ്ദേഹം ഉടനെ തന്നെ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുന്നതിന് തുല്യമല്ലേ? കുറ്റം സമ്മതിച്ചു എന്നുള്ളൊരു തുല്യമാണ്. അപ്പം അങ്ങനെ ഒരു പോരായ്മയും കൂടെ അതിൽ കിടക്കുന്നുണ്ട്. രാജി വെക്കണ്ടായിരുന്നു, വെക്കാതെ ഇതിനെ ഖണ്ഡിക്കണമായിരുന്നു. അദ്ദേഹം കുറേ ദൂരം പിടിച്ച് നിൽക്കണമായിരുന്നു. ഇയാൾ ഈ പറയുന്ന കാമുകി അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് ഒരിക്കലും ഇവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ കണ്ടിട്ടില്ല. വെറും ഇതിൽ മൊബൈൽ ചാറ്റിംഗ് മാത്രമേ ഉള്ളൂ. അത്തരത്തിലൊരു ഇതിന് വേണ്ടിയിട്ട് ഇയാൾ എന്തിനും രാജിവെക്കാൻ പോയി എന്നും എനിക്കൊരു മറുചോദ്യമുണ്ട്. ഇതേ ആളിന് തന്നെ ഇതിലെ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് ഈ പെൺകുട്ടിയെ അറിയാമെന്നാണ് പറയുന്നത്. അതെ. അപ്പോൾ ആ ആള് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഇത്രയും കർശന നടപടികളും നിയമങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഇത്രയും കർശന നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും വരുന്ന ഇലക്ഷനിൽ അധികാരം പിടിക്കാൻ കാത്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പോറൽ വന്നാൽ ആ പോറലിനെ അങ്ങ് ചുരണ്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ആശപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ രാജിവെക്കുമ്പോൾ കുറേ കെട്ടടങ്ങുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കില്ല, ബാധിക്കും. രാജിവെക്കണമെങ്കിൽ എല്ലാവരും രാജിവെക്കണം. അതെ, എല്ലാവരുടെ പേരിൽ ഇത്തരത്തിൽ അഴിമതികളും ആരോപണങ്ങളും ഉണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതെ. ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ, ഞാൻ കോൺഗ്രസ്സുകാരനല്ല. അതെ. പക്ഷേ ഇതിനു മുമ്പ് പലർക്കും വന്നപ്പോൾ അത് ഞങ്ങളുടെ സ്വന്തം കാര്യവും ഇത് നിങ്ങളുടെ കാര്യവും എന്ന് പറയണതിൽ രണ്ടും രണ്ട് തട്ടാണ്. അതെ. അത് ഒരിക്കലും അംഗീകരിക്കാം. അവർ എല്ലാവരും രാജിവെക്കട്ടെ, അപ്പോൾ ഇവനും രാജിവെച്ച് പോകും. അതെ. ഇപ്പൊ പറയുന്നത് MLA സ്ഥാനം രാജിവെക്കണമെന്ന്, അതൊരിക്കലും പറ്റില്ല. കാരണം അത് ജനങ്ങൾ കൊടുത്ത പദവിയാണ്. അതെ. അപ്പോൾ അതെങ്ങനെ നമ്മൾ രാജിവെക്കാൻ പറയുമെന്നുള്ളതാണ് ഇദ്ദേഹം. MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. രാജിവെക്കേണ്ടതിരുന്നത് അവൻ രാജിവെച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ അത് രാജിവെച്ചു. ഇത് രാജിവെക്കേണ്ട കാര്യമില്ല. എങ്കിൽ തുടരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും MLA ആയിട്ടിരിക്കുന്നവർ പല കേസിലുള്ളവരാണ്. അവരെല്ലാവരും രാജിവെക്കുമ്പോൾ ഇവനും രാജിവെക്കും. എല്ലാവരും രാജിവെക്കണം. രാജിവെക്കാതെ ഒരാൾ മാത്രം രാജിവെക്കണം എന്ന് പറയണത് ശരിയുള്ള കേസല്ല. കാരണം എൻ്റെ ആരുമല്ല അവൻ. ഈ രാഹുൽ മാങ്കൂട്ടം എൻ്റെ ആരുമല്ല, ഞാനുമായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല. പക്ഷേ രാജിവെക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടികളിൽ ഇരിക്കുന്നവർ, അപ്പോൾ അതുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും രാജിവെക്കട്ടെ. അതെ. രാജിവെക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടവും രാജിവെക്കും. അല്ല, ഈ ആരോപണം വന്നതെന്ന് പറഞ്ഞാൽ ഒരു പരാതിയായിട്ടല്ല വന്നത്. ഇത് TV മാധ്യമങ്ങളിലൂടെയാണ് ഒരു പരാതിയായിട്ട് വന്നത്. പക്ഷേ പറയുന്നതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിനോട് പാർട്ടി സ്ഥാനങ്ങളെല്ലാം രാജിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിന് അത്രയും ചെയ്യേണ്ടത്, അത്ര കടുത്ത പണിയിൽ അവർ പോകേണ്ട കാര്യമില്ലായിരുന്നു. അതെ. ഒരു അന്വേഷണമെങ്കിലും അന്വേഷണം പറ്റിട്ട് ഞങ്ങൾ ഒരാഴ്ച അന്വേഷണം, അത് കഴിഞ്ഞിട്ട് രാജിവെപ്പിക്കായിരുന്നു. അതെ, അതാണ് ചെയ്യേണ്ടത്. പറയുന്നത് ഇപ്പൊ ഏതൊരു നേതാവിനെതിരെ ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ കേട്ട ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷെ അവർക്ക് ആർക്കും എതിരെ ഇത്തരത്തിലൊരു നടപടിയോ ഒന്നും വന്നിട്ടില്ല. ഇത് വളർന്നു വരുന്ന ഒരു യുവ നേതാവാണ്. അത് നമ്മുടെ കോൺഗ്രസിൽ ബലപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ പെട്ടെന്നൊരു നടപടിയൊക്കെ വന്നപ്പോഴത്തേക്ക് നടപടി എടുത്തെന്ന് പറഞ്ഞത് അത് കോൺഗ്രസിൻ്റെ എടുത്തുചാട്ടം. കോൺഗ്രസ് എടുത്തു ചാടാതെ ഒരാഴ്ച വെയിറ്റ് ചെയ്യൂ, നമുക്കിത് അന്വേഷിച്ചിട്ട് അതിനെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. അവർ ആരും കേസ് കൊടുക്കാൻ തയ്യാറല്ലല്ലോ. അതെ, ഈ പറഞ്ഞ ആരും കേസായിട്ട് കൊടുക്കാൻ തയ്യാറല്ല. പിന്നെ എന്തിനാ അയാളുടെ പേരിൽ കേസ് എടുക്കണേ? കേസ് കൊടുക്കാൻ അയാളുടെ പേരിൽ കേസ് കൊടുക്കാൻ ഈ പറഞ്ഞ വനിതകൾ ആരെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കണം. അത് വേണ്ടല്ലേ ചെയ്യണ്ടേ? അല്ലാത്തടത്തോളം കാലം അതിന് ഒരു വിലയില്ല. അതെ, അത് കോൺഗ്രസ് പാർട്ടിയുടെ തെറ്റാണ് എന്നേ പറയാമോ? സത്യമാണല്ലോ. ആരോപണം എന്ന കേസായിട്ട് കൊടുത്തിട്ടില്ല. ഒരുപാട്
വീഡിയോസും അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഫോണിലും ടി വിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ സോഷ്യൽ മീഡിയയിൽ. അതെ, അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ പദവികളും രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേ ആരോപണങ്ങൾ പല മന്ത്രിമാർക്ക് നേരെയും അല്ലെങ്കിൽ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഉണ്ടാകാത്ത നടപടികളാണ്. അതിൽ വേറെ ഒരു പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് സുരേഷ് ഗോപി അടക്കം കള്ളൻ എന്നടക്കം വിളിച്ച ആളാണ് ഇയാൾ. അപ്പോൾ ഇയാൾക്കൊരു വിഷയം വരുന്ന സമയത്ത് ഒന്നുകിൽ ഇയാൾ തെളിയിക്കണം, അല്ലെങ്കിൽ സ്വയമായി രാജിവെച്ചിട്ട് തെളിയിച്ച ശേഷം ഇയാൾ അധികാരത്തിലേക്ക് വന്നോട്ടെ. അല്ല, അദ്ദേഹം രാജിവെച്ചല്ലോ സ്ഥാനം. ഇനി MLA സ്ഥാനം രാജിവെക്കാം. അത് ജനങ്ങൾ കൊടുത്ത അധികാരമാണ്. അപ്പൊ അത് പെട്ടെന്ന് രാജിവെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ആരോപണം ശരിയാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശരിയാണെന്നുള്ള കാലം തെളിയിക്കട്ടെ. എന്താ കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഇത്തരം നടപടികൾ ശരിയാണ്, നടപടി ശരിയാണ്, ഉടനെടുത്ത നടപടികൾ ശരിയാണ്. പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന് ഇദ്ദേഹത്തിനെതിരെ ഒരു ചെറിയ അമർഷം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ലേ. കാരണം അല്ല, പാർട്ടിക്കകത്ത് ഒരു ആരോപണമില്ലാത്ത ആരുമില്ല. പക്ഷെ അതിന് അന്വേഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം മാത്രമേ നടപടികൾ ഉണ്ടാകാറുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിനെതിരെ അങ്ങനെയല്ല വന്നത്. പക്ഷേ ഇദ്ദേഹം ഒരു യുവ നേതാവാണ്. അതെ, വളർന്നു വരേണ്ട വിചാരിച്ചാണോ? പക്ഷേ പല വീഡിയോസും അതുപോലെ തന്നെ പല മത്സരം കാണുന്ന സമയത്ത് നമ്മൾ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള എന്താണ് അവന്റെ വികാരം പറയാൻ പറ്റില്ലല്ലോ. ആണ്, ഇതുപോലെ പല നേതാക്കന്മാർക്കെതിരെയും അങ്ങനത്തെ എല്ലാ നേതാക്കന്മാരും പുറത്ത് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരുന്നത് നമ്മൾ പറയുന്നുണ്ട്.